പ്രിയരെ, ആലപ്പുഴ സ്ഥിതി ചെയ്യുന്ന കൃപാസന ആത്മീയ വ്യവസായ കേന്ദ്രം എപ്രകാരമാണ് ഇത്ര വലിയ തോതിൽ ജനങ്ങളുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്യുവാൻ ഇടയായത്? അതിൻ്റെ ചരിത്രപരവും മതപരവുമായ പശ്ചാത്തലമെന്ത് എന്നത് അന്വേഷിച്ച് മനസ്സിലാക്കുന്നത് വളരെ ഉചിതവും അത്യാവശ്യവുമാണ്. അതുകൊണ്ട് ഏതാണ്ട് 2-3 അല്ലെങ്കിൽ കൂടിപ്പോയാൽ 4 വീഡിയോകളിലായി ഈ കച്ചവടവൽക്കരിക്കപ്പെട്ടിരിക്കുന്ന കന്യമറിയ ഭക്തി അല്ലെങ്കിൽ മാതാവ് ഭക്തി, അതിൻ്റെ പശ്ചാത്തലം എന്താണ്, അതിലടങ്ങിയിരിക്കുന്ന ആത്മീയമായ നാടകവും അന്ധവിശ്വാസവും മാനുഷികമായ ചാപല്യവും എന്താണ് എന്ന് തിരിച്ചറിയേണ്ടതിന് വസ്തുനിഷ്ഠമായ ഒരു അന്വേഷണം നടത്തുക എന്നതാണ് ലക്ഷ്യം. ഞാൻ അതിന് 2 കാര്യങ്ങളാണ് പ്രധാനമായും ആധാരമായി ഉപയോഗിക്കാൻ പോകുന്നത്. 1 വേദപുസ്തകം, 2 എൻ്റെ ഒരു സുഹൃത്തായ അഡ്വക്കേറ്റ് വർഗീസ് പി തോമസ് എഴുതിയിരിക്കുന്ന പരിശുദ്ധ മാതാവ് മതഗ്രന്ഥങ്ങളിലൂടെ എന്ന് പറയുന്ന ഈ പുസ്തകം. പരിശുദ്ധ മാതാവ് മതഗ്രന്ഥങ്ങളിലൂടെ. ഇത് ഓർത്തഡോക്സ് സഭ അതിൻ്റെ ഔദ്യോഗിക അനുമതിയോടുകൂടെ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഒരു പുസ്തകമാകിയാൽ ഇതിന് അതിൻ്റേതായ ആധികാരികതയുണ്ട്. ഞാൻ എൻ്റെ അഭിപ്രായം അല്ലെങ്കിൽ എൻ്റെ തത്വങ്ങൾ, തിയറികൾ ഞാൻ മെടഞ്ഞ് നിങ്ങളെ അറിയിക്കുന്നതല്ല. നിലവിലിരിക്കുന്ന സാഹിത്യത്തിൻ്റെയും അഭിപ്രായങ്ങളുടെയും വിശ്വാസ പ്രമാണങ്ങളുടെയും വെളിച്ചത്തിലാണ് എൻ്റെ ചിന്തകൾ നിങ്ങളുമായി പങ്കിടുന്നത്, ഇന്നുവരെയും പങ്കിട്ടിട്ടുള്ളത് എന്നത് നിങ്ങൾക്ക് ബോധ്യമാകുന്നതിന് വേണ്ടി ഞാൻ ഈ ഒരു 3-4 വീഡിയോകൾ ഉദ്ദേശിക്കുന്നത് ഈ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ആശയങ്ങൾ, അറിവുകൾ മുഖ്യമായും ആസ്പദമാക്കി. അതിൽ 5-ാമത്തെ അധ്യായം പരിശുദ്ധ കന്യമറിയാം അമലോത്ഭവയാണ് കത്തോലിക്ക വിശ്വാസം. ഈ പുസ്തകം നിങ്ങൾ ഏവരും വായിക്കേണ്ടതാണ്. ഏതാണ്ട് 140 രൂപ മാത്രം കൊടുത്താൽ മലങ്കര ഓർത്തഡോക്സ് ചർച്ച് പബ്ലിക്കേഷൻസ്, ദേവലോകം, കോട്ടയം, അവിടെ നിന്ന് വാങ്ങിക്കാവുന്നതാണ്. ഏവരും ഇത് വായിക്കണം എന്നൊരഭിപ്രായം എനിക്കുണ്ട്. പക്ഷേ ഏത് പുസ്തകം വായിച്ചാലും നിങ്ങൾ വിമർശനാത്മകമായി വായിക്കണം. കണ്ണുമടച്ച് ആരും വായിക്കരുത്. ഒരഭിപ്രായവും പരിശോധിച്ച് നമുക്ക് തൃപ്തി വരാതെ, ബോധ്യപ്പെടാതെ നാം സ്വീകരിക്കരുത് എന്ന ഒരഭ്യർത്ഥന എനിക്കുണ്ട്. ഞാൻ ആ അച്ചടക്കം പാലിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് എനിക്ക് നന്മയെ വന്നിട്ടുള്ളൂ എന്നതും ഈ സമയത്ത് സൂചിപ്പിക്കട്ടെ. അപ്പോൾ വിശുദ്ധ കന്യമറിയാം, ഇതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ബിന്ദു. കന്യമറിയാം ആരായിരുന്നു, ഇപ്പോഴാരായിരിക്കുന്നു, ഇത് മാത്രം അന്വേഷിച്ചാൽ മതി. വേറെ ഒന്നും. നമ്മുടെ അന്വേഷണം വാസ്തവത്തിൽ ലളിതമാണ്. പക്ഷേ അത് ലളിതമല്ലാത്ത എന്താണ് പറയുന്നത്, ഉള്ളടക്കം, സബ്സ്റ്റൻസ് ഉണ്ടാകും. കാരണം കന്യമറിയാം എന്ന് പറയുന്ന ഈ വ്യക്തിയെ അത്രമാത്രം വികൃതമാക്കുകയും സാമാന്യ ബുദ്ധിയുള്ളവർ ഒന്ന് പരിശോധിച്ചാൽ ഇത് ഭ്രാന്താണോ എന്ന് പോലും ചിന്തിച്ച് പോകത്തക്കവണ്ണം കെട്ടുകഥകൾ ചമഞ്ഞ് ഈ പാവപ്പെട്ട വിശുദ്ധ കന്യമറിയാമിൽ അടിച്ചേൽപ്പിക്കുകയും ചെയ്തിട്ടാണ് വിശുദ്ധ മാതാവിനെ ഒരു വലിയ ആദായ സ്രോതസ്സായി, ഒരു വർഗീയ മതപരമായ ബിസിനസ്സായി ഇപ്പോൾ വളരെ സമർത്ഥമായി ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് ഇതിൽ കൂടെ മനസ്സിലാകും എന്നതാണ് എൻ്റെ പ്രത്യാശ. അല്ല, നിങ്ങൾക്ക് ഞാൻ പറയുന്നതിനോട് വസ്തുനിഷ്ഠമായി വിയോജിപ്പുണ്ടെങ്കിൽ ദയവായി അതെന്നെ അറിയിക്കുക. ഞാൻ ഏത് അഭിപ്രായം നിങ്ങളോട് പങ്കിട്ടാലും അതിനെ വിമർശിക്കുവാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ടെന്ന് മാത്രമല്ല, കടമയുണ്ട്. എന്നാൽ വിമർശിക്കുമ്പോൾ അത് വിമർശനമാകണം. വിമർശനവും വിമർശിക്കുന്നതും അപലപിക്കുന്നതും തമ്മിൽ സ്വല്പ വ്യത്യാസമുണ്ട് എന്നും ഈ സമയത്തൊന്ന് സൂചിപ്പിച്ചുകൊള്ളട്ടെ. അപ്പോൾ ആദ്യത്തെ ചോദ്യം, കന്യമറിയാം ആരായിരുന്നു?
വേദപുസ്തകത്തിൽ കൂടെ നമുക്ക് വെളിപ്പെട്ട് വരുന്ന, അതായത് സുവിശേഷത്തിൽ കൂടെ വെളിപ്പെട്ട് വരുന്ന അല്ലെങ്കിൽ വരുന്ന കന്യമറിയാം ആരായിരുന്നു? ആദ്യമായിട്ട് അവൾ ഒരു ഗ്രാമീണ പെൺകുട്ടിയായിരുന്നു. വളരെ ലളിതമാണ്. അവൾ ഒരു ഗ്രാമീണ പെൺകുട്ടിയായിരുന്നു. 2, അവൾ വളരെ പാവപ്പെട്ട നിർധനയായ ഒരു വ്യക്തിയായിരുന്നു. ഒരു പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ച് വളർന്ന ഒരു പെൺകുട്ടിയായിരുന്നു. അതിന് തെളിവെന്താണ്? പാവപ്പെട്ട വീട്ടിൽ ജനിച്ച, അങ്ങനെ ദാരിദ്ര്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പെൺകുട്ടി മാത്രമേ ഇതാ ഞാൻ കർത്തൃദാസി, നിൻ്റെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് ദൂതനോട് പറയുകയുള്ളൂ. അവൾ യോസേഫിന് വിവാഹം കൊടുക്കുവാനായി നിശ്ചയിക്കപ്പെട്ട പെൺകുട്ടിയാണ്. ആ സമയത്ത് പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിക്കും, പുരുഷനോട് ബന്ധമില്ലാതെ അവൾ പ്രസവിക്കും എന്നൊക്കെ പറയുമ്പോൾ അത് സ്വീകരിക്കാൻ, ആ ഒരവസ്ഥയിലേക്ക് പ്രവേശിക്കുവാൻ സാമാന്യം സാമ്പത്തികമായ ശേഷിയുള്ള കുടുംബത്തിൽ പിറക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന ഒരു പെൺകുട്ടിയും അതിന് തയ്യാറാകുകയില്ല. സംശയം വല്ലതുണ്ടോ? തികച്ചും പട്ടിണി പാവങ്ങൾ മാത്രമേ ഇങ്ങനെയുള്ള കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുകയുള്ളൂ. അതിൻ്റെ ഒരു നല്ല ഉദാഹരണമാണ് യേശു യെരുശലേം ദേവാലയത്തിൽ ഭണ്ഡാരത്തിന് സമീപം നിന്നപ്പോൾ അവിടെ വന്ന ഒരു നിർധനയായ വിധവ, അവൾക്കാകെ ഉണ്ടായിരുന്ന 2 കൊച്ചു കാശ്, ഫാർത്തിങ് എന്നാണ് അവിടെ ഇംഗ്ലീഷിൽ ഉള്ള ദിവസത്തിൽ പറയുന്നത്, 2 സ്മോൾ കോപ്പർ കോയിൻസ്. നമ്മുടെ പണ്ടത്തെ കാലണ തുട്ട് പോലെ. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഈ നടുവിൽ കുഴിയുള്ള ഈ കൊച്ചുവിരലിട്ടുകൊണ്ട് പോകാവുന്ന കാലണ തുട്ടുകൾ. അങ്ങനെ അവിടെ ആകെപ്പാടെ സമ്പത്തായിരുന്നു. അത് മുഴുവനും അവിടെ ഇട്ടു. എന്നാൽ അവിടെ ധനാഠ്യരായ ആളുകൾ വന്ന് അവിടെ ഉള്ളതിൻ്റെ ഒരു ചെറിയ വീതം ഇട്ടു. ഒരിക്കലും ഒരു ധനികൻ അവനുള്ളത് മുഴുവനും ദാനമായി കൊടുക്കുകയില്ല. അവനിഷ്ടം പോലെ പണമുണ്ട്, പണം പോരാ, കുറച്ച് മാന്യതയും കൂടെ വേണമെന്ന് വരുമ്പോൾ അതിൻ്റെ ഒരു ചെറിയ അംശം, നോക്കാത്ത അംശം ദാനമായി കൊടുത്തിട്ട് അത് 10 പേര് 100 പേര് ഒഴിവുമെങ്കിൽ 1000 പേര് കാണത്തക്കവണ്ണം ഒക്കെ കൊടുക്കും എന്നല്ലാതെ ത്യാഗബുദ്ധിയോടുകൂടെ ഏതെങ്കിലും ഒരു നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള മനസ്സ് അങ്ങനെ ഉണ്ടാകുകയില്ല. അത് പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവർക്ക് മാത്രമേ ഉണ്ടാകുകയുള്ളൂ എന്നത് നമുക്കറിയാം. അതുകൊണ്ട് കന്യമറിയാം അവളൊരു സാധാരണ പെൺകുട്ടിയായിരുന്നു. ദരിദ്രരിൽ ദരിദ്രരായ കുടുംബത്തിൽ ജനിച്ച ഒരു സ്ത്രീയായിരുന്നു. എന്നാൽ ആ സാഹചര്യങ്ങളെ അതിജീവിക്കുന്നൊരു വ്യക്തിത്വം അവൾക്കുണ്ടായിരുന്നു. നമുക്കറിയാം, അങ്ങനെ അപൂർവം ചിലരെ നാം കണ്ടിട്ടുണ്ട്. ഈ ലോകത്തിൽ ഇപ്പോഴും അങ്ങനെയുള്ള ആളുകളുണ്ട്. എന്താണ്? സാഹചര്യങ്ങൾ അവരെ നിർവചിക്കുന്നില്ല. അവർ ഈ ലോകത്തിൽ വസിക്കുമ്പോഴും അവരുടെ 2 കാല് ഭൂമിയുടെ മുഖത്ത് പതിഞ്ഞിരിക്കുമ്പോഴും അവരുടെ യഥാർത്ഥ അസ്തിത്വം മറ്റെവിടെയോ ആണ്. അങ്ങനെയുള്ളവരെ ഒന്ന് പരിചയപ്പെടാൻ തന്നെ കഴിയുന്നത് നമ്മുടെ ആയുസ്സിലെ ഏറ്റവും വലിയ ഒരു അനുഭവമാണ് എന്ന് ഞാൻ ഈ സമയത്തൊന്ന് ഓർമ്മിച്ചു പോവുകയാണ്. ഞാൻ മദർ തെരേസയുമായി കണ്ടുമുട്ടിയ ആ ഒരു അനുഭവത്തിൽ എനിക്കത് തോന്നിയിട്ടുണ്ട്. മദർ തെരേസ ഏത് ലോകത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? എന്നെപ്പോലെ അവർ 2 കാലും കുത്തി ഭൂമിയുടെ മണ്ണിൽ നിൽക്കുന്നു. പക്ഷേ അവരുടെ വ്യക്തിത്വം നാം ഈ കാണുന്ന ഭൗതികമായ വ്യവസ്ഥയുടെ ആകത്തുക വെച്ച് നോക്കിയാൽ അതിലെങ്ങുമല്ല. അങ്ങനെയുള്ള സാധ്യതയുണ്ട്. ആ സാധ്യത നാം ആത്യന്തികമായി ബഹുമാനിക്കണം, ആരാധിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം അങ്ങനെയുള്ള കാര്യങ്ങൾ തുച്ഛമായ കാര്യങ്ങളൊന്നുമല്ല. അപ്പോൾ പിന്നെ മൂന്നാമതായിട്ട് കന്യമറിയാമിനെ പറ്റി വേദപുസ്തക അടിസ്ഥാനത്തിൽ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്, അവൾ ഏറ്റവും മഹനീയമായ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണെങ്കിലും അവൾക്ക് തെറ്റ് പറ്റുമായിരുന്നു. ഉദാഹരണമായിട്ട് യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ കാനായിലെ കല്യാണത്തിൻ്റെ വിരുന്നിൻ്റെ സാഹചര്യത്തിൽ അവർക്ക് വീഞ്ഞ് തീർന്നപ്പോൾ കന്യമറിയാം ഇടപെട്ടു. യേശുവിനോട് ചെന്ന് പറഞ്ഞു അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോൾ യേശു വളരെ കർശനമായിട്ടാണ് തൻ്റെ മാതാവിനോട് പറയുന്ന, സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിലെന്ത്? ഇത് നമ്മുടെ ഫാമിലി ബിസിനസ്സല്ല. ഞാനിവിടെ വന്നത്
ഒരു ഫാമിലി ബിസിനസ് തുടങ്ങാനല്ല. പക്ഷേ ഇതിനെയും വളച്ചൊടിച്ച് കത്തോലിക്ക സഭ ഇതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, അത് കന്യാമറിയാമിൻ്റെ മധ്യസ്ഥതയ്ക്ക് വലിയ വിലയുണ്ട് എന്ന് കാണിക്കുന്ന സംഭവമാണ്. തികച്ചും അസംബന്ധമാണ് പറയുന്നത്, തികച്ചും. അങ്ങനെയല്ല. നിങ്ങൾ ആ ഭാഗം വായിച്ച് നോക്കിയാൽ കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നത് ഹിമാലയൻ മണ്ടത്തരമാണ്. അത് ആത്മാർത്ഥത അല്പം പോലുമില്ല, ദുരുദ്ദേശത്തോടുകൂടി വചനത്തെ വളച്ചൊടിക്കുന്നതാണ്. നിങ്ങൾക്ക് ഒറ്റ നിമിഷം കൊണ്ട് മനസ്സിലാക്കാൻ. പോട്ടെ, ഞാനത് കൂടുതലായി വിശദീകരിക്കുന്നില്ല. കന്യാമറിയാമിന് തെറ്റ് പറ്റും. കന്യാമറിയാം അത്ര ഇൻഫാലിബിൾ അല്ലായിരുന്നു എന്നതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട തെളിവാണ് മർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യത്തിൽ. യേശു തൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിച്ചേറെ കഴിയാതെ തന്നെ അവന് ഭ്രാന്ത് പിടിച്ചു പോയി. അവിടെ അവനെ ബലമായി പിടിച്ചുകൊണ്ട് വീട്ടിൽ വരണം എന്ന് പറഞ്ഞ് കന്യാമറിയാമും യേശുവിൻ്റെ സഹോദരൻ പോയി അവനെ ബലമായി പിടിച്ചുകൊണ്ട് വരുവാൻ ശ്രമിച്ചു എന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇത് പല വേദപുസ്തകങ്ങളിൽ പല വിധത്തിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ചിലർ ഇതിൽ അവർ ചാർച്ചക്കാരെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇംഗ്ലീഷിൽ അതിൽ ഫാമിലി എന്നാണ് പറയുന്നത്. ഫാമിലി എന്ന് പറഞ്ഞാൽ അപ്പനും അമ്മയും സഹോദരങ്ങളൊന്നുമല്ലേ നാം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ആ കൂട്ടത്തിൽ കന്യാമറിയാമും ഉണ്ടായിരുന്നു. അവൾക്കും ചിന്താക്കുഴപ്പമുണ്ടായി. അത് കന്യാമറിയാമിൻ്റെ മനുഷ്യത്വത്തെ സൂചിപ്പിക്കുന്നു. അതിൽ നാണിക്കാനൊന്നുമില്ല. നമ്മൾ ആരാണെങ്കിലും നമ്മളിൽ എത്രമാത്രം ആത്മീയമായ മഹിമയും തിരിച്ചറിവും ഉണ്ടെങ്കിലും അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇപ്രകാരം ചിന്തിച്ചു പോയതിൽ യാതൊരു അത്ഭുതവുമില്ല എന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ചിന്തിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. കാരണം ഇതാ ഒരു മനുഷ്യൻ, ഒരു പുരുഷൻ, മകൻ ഇതാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു. ഇങ്ങനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? നമ്മൾ എന്താണ് സാമാന്യ ബുദ്ധി, എന്താണ് ഭ്രാന്ത് എന്ന് തീരുമാനിക്കുന്നത് നമുക്ക് ഇതുവരെ പരിചയമുള്ള മാനദണ്ഡങ്ങൾ മാത്രം ആശ്രയിച്ചാണ്. അതിൽ നിന്ന് എത്രയോ ഭയം ജനിപ്പിക്കുമാറ് വ്യത്യാസത്തിലാണ് യേശു തൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിച്ചത് തന്നെ. എന്നാലോചിച്ച് നോക്കണം. അപ്പോൾ അവനെപ്പറ്റി ഏറ്റവും ചിന്തിക്കുവാൻ ബാധ്യസ്ഥ അവൻ്റെ അമ്മയും അവൻ്റെ സഹോദരങ്ങളും. അയ്യോ, നമ്മുടെ യേശുവിന് തല തിരിഞ്ഞു പോയി, അവന് ഭ്രാന്തായിപ്പോയി, അവനെ ഇങ്ങനെ വിട്ടാൽ ഒക്കത്തില്ല, അപകടമാണ്. അത് ബലമായി പിടിച്ചുകൊണ്ട് വരാൻ അവർ ശ്രമിച്ചു എന്ന് പറയുന്നു. അതിനുശേഷം കുറച്ചുകൂടി നമ്മൾ അതേ അധ്യായം, 3-ാം അധ്യായം വായിക്കുമ്പോൾ യേശു വേറൊരു സ്ഥലത്ത് പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൻ്റെ അമ്മയും അവൻ്റെ സഹോദരന്മാരും അവനെ കാണാൻ വന്നപ്പോൾ യേശുവിനെ അവൻ്റെ ശിഷ്യന്മാർ അറിയിക്കുന്നു, നിൻ്റെ അമ്മയും സഹോദരന്മാരും ഒക്കെ വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ യേശു പറയാണ്, ആരാണ് എൻ്റെ അമ്മ, ആരാണ് എൻ്റെ സഹോദരന്മാർ എന്ന് പറഞ്ഞാൽ അവന് ഭ്രാന്തുണ്ടെന്നല്ലേ തോന്നത്തുള്ളൂ. നിങ്ങളത് ആലോചിക്കുക. ഇപ്പം നിങ്ങൾ ഒരു പൊതു സ്ഥലത്ത് ഇങ്ങനെ ആളുകളുമായി സംസാരിച്ചുകൊണ്ട് നിൽക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരാൾ വന്ന് പറയുന്നു, തോമസേ, നിൻ്റെ അപ്പനും നിൻ്റെ സഹോദരന്മാരും ഒക്കെ നിൻ്റെ അമ്മയും നിൻ്റെ സഹോദരന്മാരും ഒക്കെ നിന്നെ കാണാൻ അവിടെ വന്നിരിക്കും. അപ്പോൾ നിങ്ങൾ പറയണം, ആരാണ് എൻ്റെ അമ്മ, ആരാണ് എൻ്റെ സഹോദരന്മാർ എന്ന് പറഞ്ഞാൽ അന്നേരം പിടിച്ച് കുളുമ്പാറ കൊണ്ടുപോകത്തില്ലേ? അത് തന്നെ, വേറെ ഒന്നുമില്ല. നമ്മൾ വചനം വായിക്കുമ്പോൾ സാമാന്യ ബുദ്ധിയിൽ വായിക്കണം, നമ്മുടെ ജീവിത അനുഭവങ്ങളോട് ബന്ധിച്ച് വായിക്കണം. അതിലെന്താണ് തെറ്റ്? അപ്പോൾ ഈ കത്തോലിക്ക സഭ പറയുന്നത് പോലെ കന്യാമറിയാം അതായിരുന്നു, ഇതായിരുന്നു, മാടയായിരുന്നു, കോടയായിരുന്നു, വചനത്തിൽ യാതൊരു പേരുമില്ലാതെ വെറും കെട്ടുകഥകളുണ്ടാക്കി അതുകൊണ്ട് ഏതോ നേടാമെന്ന് വിചാരിച്ച് പച്ചക്കള്ളമൊക്കെ ഈ പാവപ്പെട്ട സ്ത്രീയുടെ മേൽ അടിച്ചേൽപ്പിച്ച് ഇങ്ങനെ കൊണ്ട് ഒരു വലിയ ഊതി വീർപ്പിച്ച് വ്യവസായീകരിച്ച് നടക്കുകയാണ്. എന്നാൽ ആ മഹനീയമായ വ്യക്തിത്വത്തെ ഞാൻ വാസ്തവത്തിൽ സാഷ്ടാംഗം വീട് നമസ്കരിക്കുന്ന വ്യക്തിയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ 1-ാം അധ്യായത്തിൽ തന്നെ എപ്രകാരമാണ് ആ ഒരു പെൺകുട്ടി ഏത് സാഹസികതയോടെയാണ് ദൈവഹിതത്തോട് പ്രതികരിക്കുന്നത്. ആ അനുഭവത്തിൽ കൂടെ അവളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടന്ന കാവ്യാത്മകത പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുകയാണ്. അവൾ പറയുന്നു, മറിയയുടെ പാട്ട് നമുക്കറിയാം, ഇന്ന് മുതൽ സകല തലമുറയും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. ഇന്ന് മുതൽ, പ്രത്യേകം ശ്രദ്ധിക്കണം, ഇന്ന് മുതൽ. അവളുടെ ദർശനം നോക്കണം. ഇന്ന് മുതൽ. അങ്ങനെ ആർക്ക് പറയാൻ കഴിയും? നിങ്ങൾ ഏറ്റവും നല്ല കുടുംബത്തിൽ ജനിച്ച, നല്ല വിദ്യാഭ്യാസം പ്രാപിച്ച, നല്ല പരിജ്ഞാനവും ബുദ്ധിയും ഒക്കെ ഒരു പെൺകുട്ടി എന്നാൽ വിഭാവന ചെയ്തിട്ട് ഇങ്ങനെ ഒരു അവസ്ഥയിൽ അവളെ വെച്ചിട്ട്
അവളിൽ നിന്ന് ഈ വാക്കുകൾ പ്രതീക്ഷിക്കാൻ നിങ്ങൾ നോക്കുമോ? ഇന്ന് മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. സകല തലമുറകൾ ആലോചിച്ച് നോക്കണം. അതാണ് മാഹാത്മ്യം. അതിനു പകരം കെട്ടുകഥകളുണ്ടാക്കി ഇല്ലാത്ത നുണയൊക്കെ പറഞ്ഞുണ്ടാക്കി അതും ഇതും കൊണ്ട് ഈ പാവപ്പെട്ട ഇപ്പം സുരേഷ് ഗോപി മാതാവിൻ്റെ ബിംബത്തിന് തലയെ കൊണ്ട് പിത്തള കിരീടം കൊണ്ട് വെച്ചതുപോലെ കത്തോലിക്ക സഭ ഈ വേണ്ടാത്ത വിഴുപ്പ് ഭാണ്ഡം ഈ പാവപ്പെട്ട സ്ത്രീയുടെ തലയിൽ വെക്കാൻ തുടങ്ങിയിട്ട് നാളേറെയായി. ഇതിൽ സങ്കടമുണ്ട്. അത് അങ്ങനെ വെക്കാൻ കാര്യം അതുകൊണ്ട് കാര്യമായ പണലാഭത്തിന് വേണ്ടി മാത്രമാണ്, അല്ലാതെ കന്യമറിയാവിന് ഗുണം വരാനോ ദൈവനാമം മഹത്വപ്പെടുത്താനോ ഒന്നുമല്ല. ഇതുകൊണ്ട് കാര്യമായ ലാഭമുണ്ട്, പലവിധമായ ലാഭമുണ്ട്. പണക്കൊതി കൊണ്ട് മാത്രമാണ് സഭ ഈ അപരാധം ചെയ്തത് എന്ന് മാത്രം ആമുഖമായി പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ പുസ്തകത്തിലെ 5-ാം അധ്യായം ഞാൻ വായിക്കാൻ പോവുകയാണ്. കാരണം ഞാൻ ഉണ്ടാക്കി പറയുന്നതല്ല. കാരണം ഞാനിതിൻ്റെ വസ്തുത നിങ്ങളോട് പറഞ്ഞാൽ, ഇതിന് മുമ്പ് ഒരു തുനിയാഞ്ഞൻ്റെ കാര്യം ഞാനിത് പറയാൻ തുടങ്ങിയാൽ അയ്യോ ഇവനാണ്ട് എപ്പോഴും വിമർശിക്കുന്നവനാണ്. എന്നാൽ സത്യമായ കാര്യങ്ങളാണ് എന്ന് തിരിച്ചറിയേണ്ടതിന് ഞാൻ ഈ പുസ്തകത്തിലെ ഒരധ്യായം ഞാൻ മുഴുവനും വായിച്ചിട്ട് അതിനെ ആസ്പദമാക്കി ചില ചിന്തകൾ മാത്രമേ ഉൾപ്പെടുത്താൻ താല്പര്യപ്പെടുന്നുള്ളൂ. ഈ ഒരധ്യായം മുഴുവനും വായിച്ച് അതിനെപ്പറ്റിയുള്ള അഭിപ്രായം പറയണമെങ്കിൽ കുറഞ്ഞ പക്ഷം 3 വീഡിയോ അല്ലെങ്കിൽ 4 വീഡിയോസെങ്കിലും വേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതിൻ്റെ ആരംഭം എന്ന നിലയിൽ ഇതാ നമുക്ക് ആദ്യത്തെ 5-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ പാരഗ്രാഫ് ഞാൻ വായിക്കാൻ പോവുകയാണ്. കന്യമറിയത്തെപ്പറ്റി കത്തോലിക്ക സഭ 4 വിശ്വാസ പ്രമാണങ്ങൾ, വിശ്വാസ സത്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏതാണ് 4? ആലോചിച്ച് നോക്കണം. മറിയം ദൈവമാതാവാണ്. മറിയം ദൈവമാതാവാണ് 1. 2, അമലോത്ഭവയും നിത്യകന്യകയുമാണ്. അമലോത്ഭവ എന്ന് പറഞ്ഞാൽ യേശു പാപമില്ലാത്തവനായി ജനിച്ചു. കന്യമറിയാമും പാപമില്ലാത്തവളായിട്ട് ജനിച്ചു എന്നാണ് അതിന് വേദപുസ്തകത്തിൽ യാതൊരു അടിസ്ഥാനവുമില്ല. ഇത് പച്ചക്കള്ളമാണ്. എന്നാൽ മറിയെ ഒരു ആരാധനാ കേന്ദ്രമാക്കി മാറ്റണമെങ്കിൽ യേശുവിനെ പോലെ തന്നെ അവളും അമലോത്ഭവയായിരുന്നു. അവൾ പുണ്യത്തിൽ ജനിച്ചു. ബാക്കിയുള്ളവരെല്ലാം പാപത്തിലും, കന്യമറിയാൻ മാത്രം പുണ്യത്തിലും ജനിച്ചു. ഇങ്ങനെ പഠിപ്പിക്കുമ്പോൾ അതിനകത്ത് ഭീകരമായ പ്രശ്നങ്ങളുണ്ട്. അത് ഞാൻ സൂചിപ്പിക്കുന്നതായിരിക്കും. അമലോത്ഭവയും നിത്യകന്യക. ഇത് കേൾക്കുമ്പോൾ ചിരിക്കണോ കരയണോ നിങ്ങൾ മനസ്സിലാക്കും. ഇപ്പോൾ യേശു ജനിച്ചത് പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിച്ചു. അതുകൊണ്ട് ആ ഗർഭധാരണത്തിൽ കൂടെ യേശുവിൻ്റെ കന്യത്വം മറിയയുടെ കന്യത്വം നശിച്ചു പോയില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വീകരിക്കാം. എന്നാൽ പ്രസവിച്ചു കഴിഞ്ഞാൽ അത് പോയില്ലേ? ഇതെന്താണ് ഈ പറയുന്നത്? അതിനുശേഷം ആൺമക്കളെ പ്രസവിച്ച് പെൺമക്കളെ പ്രസവിച്ചു. പക്ഷേ ബാക്കിയുള്ളവർ പ്രസവിച്ച കന്യത്വം പോകും. ബാക്കിയുള്ളവരെ പ്രസവിച്ചതെല്ലാം യോസെഫിൻ്റെ സഹായത്തോടു കൂടെയാണല്ലോ. അപ്പോൾ ബാക്കിയുള്ളവർ പ്രസവിച്ചാൽ കന്യത്വം പോകും. കന്യമറിയാം ജോസഫിൽ കൂടെ പ്രസവിച്ചാൽ കന്യത്വം നിൽക്കും എന്ന് പറഞ്ഞ് ഈ നൂറ്റാണ്ടുകളോളം ജനങ്ങളെ കബളിപ്പിക്കണമെങ്കിൽ മനുഷ്യരുടെ തലയ്ക്കകത്ത് പിണ്ണാക്കാണെന്ന് പറഞ്ഞാൽ പിണ്ണാക്കിനോട് നമ്മൾ അനീതി കാട്ടുകയല്ലേ? അപ്പോൾ ഇത് നിത്യകന്യക, സ്വർഗാരോഹതയാണ്. കന്യമറിയാം ഉടലോടെ സ്വർഗത്തിൽ പോയെന്ന് സുവിശേഷത്തിലെങ്ങും പറഞ്ഞിട്ടില്ല. ഇത് പച്ചക്കള്ളമാണ്. ഈ പച്ചക്കള്ളം വിശ്വസിക്കാൻ കത്തോലിക്കർ ബാധ്യസ്ഥരാണെന്നാണ്. അതൊരു പരിശുദ്ധമായ കടമയാണ്. ഈ കള്ളം വിശ്വസിക്കുക എന്നത് ഒരു സഭയുടെ അംഗമായി കഴിഞ്ഞാൽ നിങ്ങളുടെ കടമയാണെന്നാണ് കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നത്. ഞാൻ പറയുന്നതല്ല, ഇതാ പുസ്തകം ഞാൻ വായിച്ച് കേൾപ്പിക്കാം. സ്വർഗാരോഹിതമാണ്. സഭാമക്കളേവരും ഈ വിശ്വാസ സത്യം എന്ന് പറഞ്ഞാൽ വിശ്വാസ അസത്യം, ഈ വിശ്വാസ സത്യം അനുകരിക്കുവാൻ ബാധ്യസ്ഥരും കടപ്പെട്ടവരുമാണെന്നാണ് പറയുന്നത്. ഇതാണ് വിശ്വാസം എന്ന് പറയുന്നത്. യാതൊരു വസ്തുതയ്ക്ക് നിരക്കാത്ത കാര്യങ്ങൾ അതങ്ങനെ തന്നെയാണോ എന്നൊരു നിമിഷം പോലും ചിന്തിക്കാതെ, ചോദിക്കാതെ, അന്വേഷിക്കാതെ അതുപോലെ വിഴുങ്ങുന്നവനാണ് വിശ്വാസി എന്നാണ് സഭ പഠിപ്പിക്കുന്നത്. എന്തോരു അപരാധമാണ് എന്ന് നിങ്ങൾ ആലോചിക്കൂ. കടപ്പെട്ടവരാണ്. യേശുവിൻ്റെ ജനനത്തിന് മുൻപ് തന്നെ
മറിയം കന്യകയായിരുന്നു അല്ലായിരുന്നെന്ന് ആരെങ്കിലും പറയും? ഇപ്പോൾ ആദ്യ ശിശു ജനിക്കുന്നതിന് മുൻപ് ഒരു സ്ത്രീ കന്യകയായിരുന്നു പറഞ്ഞാൽ കന്യകയായിരുന്നു, വല്ല സംശയമുണ്ടോ? ശിശു ജനിച്ചു കഴിഞ്ഞ് കന്യകയാണെന്ന് പറയുമ്പോഴാണ് പ്രശ്നമുള്ളത്. ആയിരുന്നു. മംഗളപാത്രം കേൾക്കുമ്പോൾ അത് കന്യകയായിരുന്നു, ആണ്, അതിന് സംശയമൊന്നുമില്ല. ആർക്കും അതിൽ രണ്ട് പക്ഷമില്ല എന്ന് ലൂക്കോസ് 1:26 നിസ്സംശയം പറയുന്നു. മറിയം ഗർഭം ധരിച്ചത് പുരുഷ സംസർഗത്താലല്ല, പരിശുദ്ധാത്മാവിനാണ് എന്നതുകൊണ്ട് ഗർഭധാരണത്തിലൂടെ അവിടെ കന്യാത്വത്തിന് ഭംഗം വന്നില്ല. ഇപ്പോൾ പരിശുദ്ധാത്മാവിൽ ഗർഭം ധരിക്കുക എന്നതിനെപ്പറ്റി ഞാൻ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് എന്നത് വളരെ വിശദീകരിച്ച് മുൻപൊരു വീഡിയോ ചെയ്തതാണ്. അതുകൊണ്ട് ഞാനത് ഇവിടെ വിശദീകരിക്കുന്നില്ല. നിങ്ങൾക്ക് ഏവർക്കും ഈ ചാനലിൽ കുറച്ച് പുറകോട്ട് പോയാൽ നിങ്ങൾക്ക് ആ വീഡിയോ കിട്ടുന്നതാണ്. ഞാൻ ആവർത്തിച്ചു കൊണ്ടിരുന്നാൽ വലിയ പ്രയോജനമില്ല. നമ്മൾ ഒരേ സ്ഥലത്ത് ചവിട്ടി നിൽക്കുന്ന പോലെ ഇരിക്കും. സാധാരണ ആളുകൾ മനസ്സിലാക്കുന്നത് പോലെ അല്ല ഈ ഒരു വിഷയത്തെ ഞാൻ മനസ്സിലാക്കുന്നതെന്ന് അവിടെ വ്യക്തമായി ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളതാകുന്നു. അവിടെ കന്യാത്വത്തിന് ഭംഗം വന്നില്ല. ഇമ്മാനുവേലിൻ്റെ അമ്മ കന്യകയായിരിക്കുമെന്ന് യെശയ്യാ 7:14 പ്രവചിച്ചതാണ്. അവ കന്യകയായിരുന്നപ്പോൾ ഇങ്ങനെ ഒരു പദവി ലഭിച്ചു. അതുകൊണ്ട് തിരിഞ്ഞു നോക്കുമ്പോൾ അവ കന്യകയായിരുന്നു. എന്നാൽ ആ പിറവിക്ക് ശേഷം കന്യകയായിരിക്കുമെന്ന് എങ്ങും പറഞ്ഞിട്ടില്ല. അത് നമ്മൾ പറഞ്ഞുണ്ടാകും. അത് നമ്മളല്ല, കത്തോലിക്ക സഭ പറഞ്ഞുണ്ടാക്കുന്നതാണ്. അത് പറഞ്ഞുണ്ടാക്കാൻ കത്തോലിക്ക സഭയ്ക്ക് അവരുടേതായ കാരണം കാണും. പക്ഷേ ആ കാരണം സ്വീകരിക്കാൻ ഞാനോ നിങ്ങളോ ബാധ്യസ്ഥരല്ല. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഇനിയും ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്താണ് ഈ വിശുദ്ധ കന്യാമറിയാം അമലോത്ഭവയാണ്, അമലോത്ഭവയാണ്, മറ്റുള്ളവരെ പോലെ അല്ല കന്യാമറിയാം പ്രസവിക്കുന്നത് എന്ന് പറയാൻ കാര്യം എന്താ ഞാൻ പറയട്ടെ. ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് കോപം വരുമെങ്കിലും ദയവായി ശ്രദ്ധിച്ച് കേൾക്കാം. കത്തോലിക്ക സഭ പ്രത്യേകിച്ച് സ്ത്രീ പുരുഷ ബന്ധത്തെ വളരെ പുച്ഛത്തോടു കൂടെയാണ് കാണുന്നത്. മറ്റെല്ലാ സഭകളെക്കാളും സ്ത്രീയും പുരുഷനും ബന്ധപ്പെട്ടാൽ അത് വലിയ അശുദ്ധിയാണ്. മറ്റ് സഭകളും ഇതിൻ്റെ വാങ്ങൽ ഏറ്റ് നടക്കുന്നവരാണ്. ഒരു സ്ത്രീയും പുരുഷനും ലൈംഗിക ബന്ധത്തിലേർപ്പെട്ടാൽ അതാണ് ഏറ്റവും അശുദ്ധമായ പരിപാടി, വേറെ ഒരശുദ്ധിയുമില്ല എന്ന് ഏതടിസ്ഥാനത്തിലാണ് കത്തോലിക്ക സഭ വിശ്വസിക്കുകയും ഞങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് സ്ത്രീ പുരുഷ ബന്ധം അശുദ്ധമാണെന്ന് പറയുന്നത്? ശരീരത്തോടുള്ള അവജ്ഞയാണ്. കാരണം കത്തോലിക്ക സഭ എപ്പോഴും പഠിപ്പിച്ചിരുന്നത് മനുഷ്യൻ്റെ ശരീരം അശുദ്ധമാണ്, മാംസം അശുദ്ധമാണ്, ജഡം അശുദ്ധമാണ്. പരിശുദ്ധാത്മാവും ജഡവും തമ്മിൽ എപ്പോഴും യുദ്ധത്തിലാണ്, രണ്ട് വിരുദ്ധ മർമ്മങ്ങളാണ്. പക്ഷേ പൗലോസ് അപ്പോസ്തലൻ എന്താണ് പറയുന്നത്? നിൻ്റെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് അശുദ്ധിയുടെ ആലയമല്ല, ഇത് വിശുദ്ധിയുടെ ആലയം തന്നെയാണ്. ശാരീരികമായ ബന്ധം പുരുഷനും സ്ത്രീയും അനുഭവിക്കുമ്പോൾ അത് അശുദ്ധമാണെന്ന് പറയാനുള്ള അടിസ്ഥാനം എന്താണ്? അതറിഞ്ഞാൽ കൊള്ളാം. എന്നാൽ അത് അശുദ്ധമാക്കാൻ സാധിക്കും. അത് ഭൂരിപക്ഷം ആളും അശുദ്ധമാക്കുന്നുണ്ട്, അത് മറ്റൊരു കാര്യം. പക്ഷേ അത് അതിൽ തന്നെ അശുദ്ധമാണെന്ന് പറയുമ്പോൾ അത് തീർച്ചയായും അസ്വീകാര്യമാകേണ്ടതാണ്. എന്തുകൊണ്ട് ഞാൻ പറയുന്നു? അതാണ് ജീവൻ്റെ മാധ്യമം. ഇറ്റ്സ് എ മീഡിയം ഓഫ് ലൈഫ്. ജീവൻ അശുദ്ധമാണെങ്കിൽ സ്ത്രീപുരുഷ ബന്ധം അശുദ്ധമാണ്. എന്നാൽ ജീവൻ വിശുദ്ധമാണ്, നല്ലതാണ്. പക്ഷേ അതിൻ്റെ ഉറവിടമായ അല്ലെങ്കിൽ അതിന് നിദാനമാകുന്ന സ്ത്രീപുരുഷ ബന്ധം അശുദ്ധമാണെന്ന് പറയുമ്പോൾ അതിൻ്റെ യുക്തി എനിക്ക് മനസ്സിലാകുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലാകുന്നെങ്കിൽ ദയവായി പറയുക. എന്നാൽ സ്ത്രീ പുരുഷ ബന്ധം പാപമാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ സ്ത്രീ പ്രസവിച്ചു കഴിഞ്ഞാൽ അവളെ ശുദ്ധീകരിക്കണം. പക്ഷേ അവളെ അശുദ്ധയാക്കിയ പുരുഷനപ്പുറത്ത് അവൻ ശുദ്ധനായിട്ട് എപ്പോഴും നിൽക്കുക. ഇതൊക്കെ സഭ പറയുന്ന പൊട്ടത്തരങ്ങളാണ്. അല്ല, ഈ പ്രസവം അശുദ്ധമാണെങ്കിൽ ആദ്യം ശുദ്ധീകരിക്കേണ്ട പുരുഷനെയാണ്. അത് ചെയ്യത്തില്ല, കാരണം പുരുഷനെപ്പോഴും ശുദ്ധനാണ്. ഇങ്ങനെയുള്ള മണ്ഡലം. അതേസമയം തന്നെ കന്യാമറിയാം അമലയാണ്, അമലോത്ഭവമാണ് എന്നും പറഞ്ഞു കളയുക. അത് വേദപുസ്തകത്തിൽ അടിസ്ഥാനമില്ലാത്ത പച്ചക്കള്ളം. കന്യാമറിയാം ജനിച്ചത് തന്നെ അമലോത്ഭവത്തിൽ ആയിട്ടാണ്, മറ്റുള്ളവരെ പോലെ അല്ല, ജഡരക്തങ്ങളാലല്ല. അവൾ ജനിച്ചപ്പോൾ വിശുദ്ധയാണ്
എന്നൊക്കെ പറഞ്ഞുണ്ടാക്കാൻ വല്ല ആവശ്യവുമുണ്ടോ? ഇതിനകത്തൊരു പ്രധാനമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കന്യാമറിയാമിനെ ദൂതൻ അഭിസംബോധന ചെയ്യുമ്പോൾ അവളെ എങ്ങനെയാണ് അഭിസംബോധന ചെയ്യുന്നത്? കൃപ നിറഞ്ഞവളെ നിനക്ക് സമാധാനം എന്നാണ് പറയുന്നത്. കൃപ ലഭിച്ചവളെ നിനക്ക് സമാധാനം. ഈ കൃപ എന്ന് പറയുന്ന ആശയം എന്താണ്? മനുഷ്യർക്ക് മാത്രമാണ് കൃപ വേണ്ടത്. മനുഷ്യരാണ്, പാപികളാണ് എന്ന സങ്കല്പം, അല്ലെങ്കിൽ അപൂർണരാണ്, അപര്യാപ്തരാണ്. ദൈവികമായ മാനദണ്ഡം വെച്ച് അളന്ന് നോക്കുമ്പോൾ തികച്ചും അപര്യാപ്തരാണ്, സമ്മതിക്കുന്നു. അങ്ങനെയുള്ളവർക്ക് കൃപ വേണം. എന്നാൽ കന്യാമറിയാം യഥാർത്ഥത്തിൽ അമലോത്ഭവയാണെങ്കിൽ അവർക്ക് കൃപയുടെ ആവശ്യമില്ലല്ലോ. എന്താവശ്യമുള്ളത്? കൃപയെന്ന് പറയുന്നത് വിശുദ്ധന്മാർക്ക് വേണ്ടിയുള്ളതേ അല്ല. അത് സാധാരണക്കാർ, പാപികളായ, അപര്യാപ്തരായ എന്നെയും നിങ്ങളെയും പോലെയുള്ള ആൾക്ക് മാത്രമേ കൃപയുടെ ആവശ്യമുള്ളൂ. അമലോത്ഭവയായ കന്യാമറിയാമിന് കൃപയുടെ ഒരാവശ്യവുമില്ല. അപ്പോൾ ദൂതനെ തെറ്റിപ്പോയല്ലോ. കത്തോലിക്ക സഭ അതിൻ്റെ മറുപടി ഒന്ന് പറഞ്ഞാൽ കൊള്ളാം. നമുക്കത് വായിച്ചു നോക്കാം. അപ്പോൾ ഇനിയും അടുത്ത രണ്ടാമത്തെ പാരഗ്രാഫ്, യേശുവിൻ്റെ ജനനത്തെപ്പറ്റി സെൻറ്റ് തോമസ് അക്വൈനാസ്, കത്തോലിക്ക സഭ ഏറ്റവും ബഹുമാനിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്ന വേദപണ്ഡിതനാണ്, തിയോളജിയനാണ് സെയിൻറ്റ് തോമസ് അക്വൈനാസ്. അക്വൈനാസ് പറയുന്നു, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പറയുകയാണ്: സാധാരണ പ്രസവങ്ങളിൽ സംഭവിക്കുന്നത് പോലെ സ്ത്രീയുടെ കന്യാകത്വത്തിൻ്റെ അടയാളങ്ങൾ ഭേദിച്ചുകൊണ്ടുള്ള ജനനമായിരുന്നില്ല തിരുപ്പിറവിൽ സംഭവിച്ചത്. യേശു ജനിച്ച രീതിയും അത് ഗുരുനാനക്ക് കബീറും കാസ്റ്റ് സിസ്റ്റത്തെ പറ്റി പറയുമ്പോൾ ഗുരുനാനക്ക് പ്രത്യേകം ചോദിക്കുന്ന ചോദ്യമുണ്ട്. നിങ്ങൾ ബ്രാഹ്മണർ വലിയ ആളുകളാണെന്ന് പറയുന്നു, ശൂദ്ര മോശക്കാരെന്ന് പറയുന്നു. ശൂദ്രന്മാർ ഇറങ്ങി വന്ന അതേ വഴിയിലല്ലേ നിങ്ങൾ ഇറങ്ങി വന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ ഇവിടെയും ഒരു ചേരിതിരിവുണ്ടാക്കുകയാണ്. കന്യാമറിയാം ജനിച്ചതും യേശു ജനിച്ചതും ഒരുപോലെയാണ്. അതിൽ കന്യാകത്വം തീർച്ചയായും അതിന് ഭംഗം വന്നിട്ടുണ്ട്, സംശയമില്ല, യാതൊരു സംശയവും എനിക്കില്ല. യേശുവിനെ പ്രസവിച്ച ശേഷം മറിയ കന്യകയാണ് എന്ന് പറയുന്നതിനെ സർവശക്തിയും ഉപയോഗിച്ച് അപലപിക്കണമെന്നാണ് എനിക്ക് പറയാറുള്ളത്. പക്ഷേ അതുകൊണ്ട് യേശുവിനെ പ്രസവിച്ചതുകൊണ്ട് കന്യാമറിയാമിൻ്റെ മാഹാത്മ്യത്തിന് എന്തെങ്കിലും കോട്ടം വന്നു ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ആ വലിയ സ്ത്രീയുടെ, ആ സ്ത്രീ പ്രഭയുടെ മാഹാത്മ്യം നിൽക്കുന്ന ഒരു അവയവത്തിലല്ല, അവിടെ ആത്മാവിലാണ്. അത് തിരിച്ചറിയാൻ സഭയ്ക്ക് കഴിയാത്തതുകൊണ്ടാണ് ഈ അനാവശ്യമായിട്ടുള്ള വട്ടം കറക്കുകുത്തിക്കളി കളിച്ചുകൊണ്ട് നടക്കും. എന്നാൽ കന്യകത്വത്തെ കേവലം ശാരീരിക അടയാളമായി ബന്ധിപ്പിക്കുന്ന വാദഗതിക്കുപരിയായി യേശുവിൻ്റെ ജനനം മറിയത്തിൻ്റെ കന്യാകത്വത്തിന് ഭംഗം വരുത്തിയില്ല എന്ന വിശ്വാസമാണ് സഭയ്ക്കുള്ള. ആ വിശ്വാസം 100% പൊട്ടത്തരവാണ് എന്ന് പറയാതിരിക്കാൻ യാതൊരു നിവൃത്തിയുമില്ല. കന്യകാത്വ ഭംഗം കൂടാതെയുള്ള ജനനം ദൈവം മറിയത്തിൽ അനുവദിച്ചത് അത്ഭുതമായിരുന്നു. അപ്പോൾ അവിടെ അത്ഭുതത്തെ മിറക്കിൾ കൊണ്ടുവന്നു. കാരണം യുക്തി കൊണ്ടൊരു കാലത്തും നീതീകരിക്കാൻ വയ്യാത്ത കാര്യം ജനങ്ങൾമേൽ അടിച്ചേൽപ്പിക്കുമ്പോൾ ഉടനെ അവിടെ അത്ഭുതം കൊണ്ടുവരും, മിറക്കിൾ കൊണ്ടുവരും. ഇതൊക്കെ സഭ എക്കാലത്തും കളിച്ചുകൊണ്ടിരുന്ന മാമാങ്കങ്ങളാണ്. കാരണം മിറക്കിളാണെന്ന് പറഞ്ഞാൽ പിന്നെ ആരും ചോദിക്കത്തില്ല. വസ്തുതയാണെന്ന് പറഞ്ഞാൽ ആരും ചോദിക്കുക അങ്ങനെയാണോ എന്ന് ചോദിക്കും. അതുകൊണ്ട് അത് അത്ഭുതമായിട്ട് വേണം നിങ്ങൾ കാണാൻ എന്ന് പറഞ്ഞാൽ ചോദ്യം ചോദിക്കരുതെന്ന് മാത്രമേ ഉള്ളൂ. സാധാരണക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ അഗസ്തീനോസിൻ്റെ അഭിപ്രായത്തിൽ, അതായത് സെയിൻറ്റ് അഗസ്റ്റിൻ ഓഫ് ഹിപ്പോ, അഗസ്തീനോസിൻ്റെ അഭിപ്രായത്തിൽ കണ്ണാടിക്ക് പോറേൽക്കാതെ പോലെ സൂര്യപ്രകാശം കടന്നു പോകുന്നത് പോലെയാണ് പരിശുദ്ധാത്മാവിൻ്റെ ആവാസം. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഒരു സ്ത്രീ പ്രസവിക്കുന്നത് കണ്ണാടിയിൽ കൂടെ സൂര്യപ്രകാശം കടന്നു പോകുന്ന പോലെയാണോ? എന്താണ് ഈ പറയുന്നത്? എന്തൊക്കെ നമ്മൾ കേൾക്കണം? പോട്ടെ, ഞാൻ ഇങ്ങനെയുള്ള കാര്യം പറയാൻ തന്നെ പ്രയാസമാണ്. ഇപ്പോൾ തന്നെ 29 മിനിറ്റ് ആയതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ ഉപസംഹരിക്കുക. നമുക്കിനി വളരെയധികം മുൻപോട്ട് പോകേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ആലപ്പുഴ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധ വ്യാപാര കേന്ദ്രം, ഉടമ്പടി വ്യാപാര കേന്ദ്രമായ, ഒരു കാലത്ത് കത്തോലിക്ക പോപ്പ് ഇൻ്റലിജൻസ്, അതായത് പാപമോചനക്കുറിപ്പ്, അദ്ദേഹത്തിന് കുറിപ്പുണ്ടെങ്കിൽ ആ ശുദ്ധീകരണ സ്ഥലത്ത് തങ്ങിക്കുക, അത് നേരെ സ്വർഗത്തിൽ പോകാം.
അതിന് വലിയ തുക കൊടുത്താൽ മതി. അതിൻ്റെ ഒരു സമകാലീന ആവിഷ്കാരമാണ് ഈ ആലപ്പുഴയിലുള്ള കൃപാസനം. അവിടെ കൊണ്ടൊരു മാതാവിനെ ബിംബമായിട്ടിരുത്തിയിട്ടുണ്ട്. ആ ഒരു നല്ല കച്ചവടം കോടിക്കണക്കിന് നടക്കുന്നു. അപ്പോൾ അതിൽ മാതാവിനെ ഇപ്രകാരം ദുരുപയോഗം ചെയ്യാൻ ഉതകുമാറ് കത്തോലിക്ക സഭ കഴിഞ്ഞ നൂറ്റാണ്ടുകളിലായി പടച്ചു വച്ചിട്ടുള്ള ഈ പച്ച അസത്യങ്ങൾ, നട്ടാൽ കുരുക്കാത്ത കള്ളങ്ങൾ, വചനവിരുദ്ധമായ പഠിപ്പീരുകൾ, ഇവയെ നാം മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഇതിലടങ്ങിയിരിക്കുന്ന, ഞാനൊരു കട്ടിയ പദം ഉപയോഗിക്കാൻ പോവുകയാണ്, മത ആഭാസത്തരം നമുക്ക് തിരിച്ചറിയാൻ സാധ്യമാകുകയുള്ളൂ. നിങ്ങൾക്കൊരു കാര്യമെങ്കിലും മനസ്സിലാക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. യേശു പറഞ്ഞില്ലേ, നിങ്ങൾക്ക് വൃഥ ലഭിച്ചു, നിങ്ങൾ വൃഥ നൽകുക. ഇതൊരു വ്യവസായമാക്കരുത്. 1 രൂപ നിങ്ങൾ ലാഭമുണ്ടാക്കരുത്. തലചായ്ക്കാനിടമില്ല അതിൽ അഭിമാനം കണ്ട യേശുവിൻ്റെ പേരിൽ മാതാവിനെ വിറ്റ് കോടികളുണ്ടാക്കുമ്പോൾ ഇത് വെറും ആഭാസത്തരമാണെന്ന് തിരിച്ചറിയാൻ ക്രിസ്ത്യാനിക്ക് കഴിയാതെ പോയാൽ അതിനേക്കാൾ വലിയ പരാജയമുണ്ടോ? അനുബന്ധ ചിന്തകൾക്കായി നമുക്ക് കാത്തിരിക്കാം. ഇതിൽ നിങ്ങൾ പങ്കെടുക്കുന്നതിലുള്ള എൻ്റെ നന്ദി അറിയിച്ചുകൊണ്ട് തൽക്കാലം വിരമിക്കുന്നു.